ഈശ്വരി പറഞ്ഞതുപോലെ എലസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? എലസ് ഗിരിയേട്ടൻ എങ്ങനെ മാറ്റി കിട്ടിയോ? എനിക്കതിൽ സംശയമുണ്ട്, സത്യം പറയണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഗിരി ഒരു നിവൃത്തിയില്ലാതെ സമ്മതിക്കുകയാണ്, അത് ഞാനാണത് ചെയ്തതെന്ന്. അപ്പോൾ അതും മഞ്ജുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മഞ്ജു പറയുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ അന്നും ചോദിച്ചതായിരുന്നു. അതായത് നമ്മളുടെ ദാമ്പത്യ ജീവിതം നന്നാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ടുള്ള പ്രദക്ഷിണമെല്ലാം ഈ അമ്മ, ഇത്രയും പ്രായമായ അമ്മ വരെ ചെയ്തത്. എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ഗിരിയേട്ടന് ആഗ്രഹമില്ലേ? അത് നമ്മുടെ ദാമ്പത്യ ബന്ധം നശിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഗിരിയേട്ടൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിനൊരു കാരണം ഉണ്ടാവും, അതെന്താണെന്ന് എന്നോട് പറയണം, അതല്ലാതെ എന്നോട് സംസാരിക്കേണ്ടതെന്ന് തീർത്ത് പറയുകയാണ് മഞ്ജു. മഞ്ജു പറയുന്നത് കേട്ടിട്ട് ഗിരിക്ക് ഒരു ഉത്തരവും പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല. നിസ്സഹായകനായി അങ്ങനെ നിൽക്കുകയാണ്. പിറ്റേന്ന് സ്വപ്നയും കുഞ്ഞാറ്റയും അതുപോലെ നമ്മുടെ ഭാനുമ്മയും കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. എന്നാൽ കാളേശ്വരി അങ്ങനെ രാത്രിയൊക്കെ തന്നെ വന്നിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണല്ലോ ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ വ്രതമൊക്കെ നല്ല രീതിയിൽ മഞ്ജു അനുഷ്ഠിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു പോയത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എലസിനെ കുറിച്ച് എന്തോ പറഞ്ഞു വന്നെങ്കിലും ഗിരി എന്തൊക്കെയോ മാറ്റി നിർത്തി സംസാരിച്ചതിന് ശേഷമാണ് ആ വ്യത്യാസം വന്നത്. അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട്, പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഗിരി ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. എത്ര വലിയ ശക്തിയുള്ള ആളാണ് കാളേശ്വരി എന്ന് പറഞ്ഞാലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, പോലീസ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നിയമം ഒരുപോലെയല്ലേ, അതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാവും മിക്കവരും കാളേശ്വരിയെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവരുടെ സംശയങ്ങൾ അവർ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പറഞ്ഞത് മഞ്ജു കേൾക്കാതിരിക്കുമെന്നോ അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കാതിരിക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും നമുക്കങ്ങനെ സംശയമുണ്ടെങ്കിൽ ഞാൻ അവളോട് നേരിട്ട് ചോദിക്കാം, എന്നോട് അവൾ സത്യം പറയും. ഇനി അഥവാ അവൾ ഇതിൽ മറച്ച് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കത് കണ്ടാൽ മനസ്സിലാവും, ഞാനത് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്ന മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഭാനുമ്മ ചെല്ലുകയാണ്. എന്നിട്ട് സ്മൂത്തായിട്ട് തന്നെ കാളേശ്വരി കഴിഞ്ഞ ദിവസം വന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഗിരി എന്തൊക്കെയോ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താണെന്ന് മോൾക്ക് അറിയാമോ? അതുപോലെ മോളുടെ എലസിനെ കുറിച്ച് എന്തോ മാറിപ്പോയെന്നോ മാറ്റി കെട്ടിയോന്നോ ഊരി വെച്ചോന്നോ എന്തൊക്കെയോ ചോദിക്കുന്നു. എന്താ മോളെ അത് സംഭവം? മോളെന്തായാലും അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി എങ്ങാനും ഗിരി ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളായതുകൊണ്ട് ഇതിലും അബദ്ധം പറ്റി പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ അമ്മയോട് സത്യം പറഞ്ഞാലോ എന്ന് ഓർത്ത് മഞ്ജു ആണെങ്കിൽ സത്യം പറയാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഗിരി വന്ന് തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇത്ര നേരമായിട്ട് ഫുഡൊന്നും ആയില്ല, വിശന്നിട്ട് വയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നത്, എന്താ അവനോട് സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ കാളേശ്വരി വന്നിട്ട് ഏലസിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, അതെന്ത് പറയാനാ, ഇനിയിപ്പം നമ്മൾ ഏലസ് മാറ്റി വെച്ചെന്നോ ഊരി കെട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പഴി പറഞ്ഞാലല്ലേ അവരുടെ പൂജയ്ക്ക് ഒരു ഫലമില്ല എന്നുള്ളത് അവർക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അത് തന്നെ കാരണമെന്ന് പറയുകയാണ്. മഞ്ജുവിൻ്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഗിരിയുടെ അടുത്തേക്ക് മഹിമ വരികയാണ്. എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, സത്യമെല്ലാം അവൾ അറിഞ്ഞു, ഏലസ് മാറ്റിയ കാര്യം അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, നല്ല ബുദ്ധിയുള്ള പോലീസുകാരിയല്ലേ, അവളോട് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ അത് പറയേണ്ടി വന്നു, ഞാനാണത് മാറ്റിക്കെട്ടിയെന്ന് പറഞ്ഞ് സമ്മതിക്കും. ഇതിന് പിറകിൽ ഭാനുമ്മയാണെന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഭാനുമ്മ കൂടുതൽ നല്ല ആളാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചേച്ചി ചേട്ടനെ ആയിരിക്കും വെറുക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്. ശാലിനിയും ചാച്ചുവിനെയുമാണ് കാണുന്നത്. ചാച്ചു വന്നിട്ട് വീണ്ടും ശാലിനിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ചാച്ചുവിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഇനി ചാച്ചുവിനെ ഞാൻ വിശ്വസിക്കില്ല. കാരണം എനിക്കും ഗിരിക്കും വേണ്ടി ഇനി ഒന്നും സപ്പോർട്ട് ചെയ്യില്ല ചാച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഗിരിയെ മറന്ന് എനിക്കൊരു ജീവിതമില്ലാതെ തീർത്ത് പറയുകയാണ്. മഹിമയുടെ മാർക്ക് ലിസ്റ്റ് ഹോസ്റ്റലായി പോകുമ്പോൾ അത് മുകുന്ദൻ പോയി മഹിമയ്ക്ക് കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സഹപാഠി കണ്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് മിക്കവാറും മഹിമയുടെ ചേട്ടനായിരിക്കും അല്ലേ, കണ്ടിട്ട് തോന്നി രണ്ടുപേരെയും കണ്ട് ആങ്ങളെയും മകളെയും കൂട്ടുണ്ടെന്ന് പറയുമ്പോൾ മഹിമ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെയൊന്നുമല്ല എന്നും പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെടുകയാണ്. അത് നമ്മുടെ മുകുന്ദന് ഇഷ്ടപ്പെടുന്നത് അമ്മയോടും പോയി പറയുകയാണ്.